ഇന്ന് ഡിന്നർ കൈറൊട്ടിയും ബീഫുമാണ്. അപ്പോൾ അതിൽ കൈറൊട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അതിന് 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തി വെച്ച പുഴുങ്ങലരി, ഉപ്പ്, ഒരു തേങ്ങ. ഈ കുതിർത്തരി ജാറിലിട്ടിട്ട് എത്രത്തോളം വെള്ളം കുറച്ച് അരക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുറച്ചിട്ടാണ് അരക്കേണ്ടത്. രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പിൽ തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ നേരിട്ടൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കൈറൊട്ടിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. മാക്സിമം വെള്ളമില്ലാതെ ഇത് ആട്ടിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നേരിട്ട് ദോശക്കല്ല് നമ്മളിത് വെക്കുമ്പോൾ ഒട്ടണിന് വേണ്ടിയിട്ട് ഒരു തുണി നനച്ചിട്ട് പ്ലേറ്റിൻ്റെ മുകളിലിട്ടിട്ട് ഈ മാവ് നല്ലൊന്ന് പരത്തി റൗണ്ടിൽ എടുക്കുന്നുണ്ട്. ഇത് മാവ് കുറച്ച് വെള്ളം അധികമായത് കാരണമാണ് ഇങ്ങനെ ഒട്ടി വരുന്നത്. ഇല്ലെങ്കിൽ കറക്റ്റ് വരും. ഇത് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് രണ്ട് സൈഡ് നല്ലോണം വേവിച്ചെടുക്കണം. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതുകൊണ്ട് കുറേ സമയമാകും. അതുകൊണ്ട് ഞാൻ 2 ദോശക്കല്ലിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ബീഫ് ഗ്രേവിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറിയോ മീൻ കറിയോ ഇനി വേണമെങ്കിൽ വെറുതെ വേണമെങ്കിൽ കട്ടൻ ചായക്ക് വെച്ചിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.